ഇജ്ജ് പൈസ കൊടുത്തുണ്ടാവോ? എടാ ഇന്നത്തെ ചെങ്ങായി എന്നൊക്കെ ഒരു കൂലി ഒരു മനുഷ്യർക്ക് ഒരു 600-700 സാധാരണക്കാരന് ചെറിയൊരു കൂലി, വലിയ കൂലിയുള്ളവരുടെ ഒരു 1000 കിട്ടുന്നുണ്ട്. ഇനി ഒരു 1000 കിട്ടിയാൽ നിങ്ങൾ കണക്കൂട്ടിക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ 400 കഴിഞ്ഞോ. പിന്നെ ഒരു സോപ്പ് കോൾഗേറ്റ് അത് ഇത് അല്ല വേറെ എന്തെങ്കിലും ലേസം ഉണക്കല്ലൊരു മീനും വാങ്ങി അറ്റിങ്ങൾ അന്നത്തെ പൈസ കഴിഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ ഇല്ലാത്ത പൈസയും വെച്ചാണ്ട് പിസിക്കാണ്ട് വാങ്ങണ സാധനം ഒന്ന് കേടും. അങ്ങനെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആരായും ചൂടാവും, ചെറിയ ചൂട് വരും. അതിന് നാട്ടുകാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കണം, നമ്മൾ നോക്കുക, നമ്മൾ നന്നോന്ന് ആണ് കച്ചവടം. നമ്മളെ കച്ചവടം ഒന്ന് റബ്ബ് സഹിച്ചിട്ട് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. ലാഭം ലേസം കുറയുന്നുള്ളൂ, എന്നാലും റാത്താ വേണ്ടി. ഇന്നിപ്പോ മീക്കായിലെ പണി എടുത്താലോ? കച്ചവടം മീക്കായിലെ പണി ഒന്നും എടുക്കില്ല, അവിടെ മുലുതാ മഴയില്ല. മഴക്കാർ ഇങ്ങനെ ഉണ്ടാവും. മീക്കാലിന്റെ പണി എടുക്കും, നോക്കിയിട്ട് കാര്യമില്ല. ചായക്കടി എന്താ പാട്? രസമുണ്ടോ? അത്ര നല്ല ചെക്കന്മാരാ മോനെ ഇന്ന് പെണ്ണെട്ടാൻ കിടക്കുന്നത്. പെണ്ണിനെ കിട്ടില്ല. അതെന്താ പാടില്ലേ? ഒരു പാടുമില്ല. പെണ്ണുങ്ങള് വേണ്ട, പെണ്ണുങ്ങൾക്ക്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. പോലെ വീഡിയോ കാണുന്ന ആൾക്കാരെ പറയാം, നമ്മളെ നാട്ടിൽ പാറയിൽ 33 ചെക്കന്മാര് പെണ്ണിട്ടാണ്ട്. ആരെടുത്ത് നല്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആരടുത്ത് പെണ്ണുങ്ങളില്ല. ബാപ്പി ഇമ്മി തുഞ്ഞറിയിട്ടും കാര്യമില്ല. മക്കള് വരയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ കഴിഞ്ഞി. പണ്ടത്തെ കാലല്ലത്. എന്തേ പണ്ടൊക്കെ 1.5 ലക്ഷമാണോ 55 വലിയ പടിയായിട്ട് ഇറങ്ങൂല. ആ തന്തക്കും തള്ളക്കും കുത്തനാണ്ട് നടക്കപ്പോ നല്ല കാര്യമാണ്. എന്റെ അഭിപ്രായത്തിൽ നല്ലതാ. പെൺകുട്ടിക്ക് ജോലി വേണം, പെൺകുട്ടിക്ക് ജോലി വേണം. പെൺകുട്ടികൾ അടിമയായിട്ട് കളൊന്നല്ല ഓരോ വീട്ടിലും. കഷ്ടപ്പെട്ട് എന്റെ മോളായാലും കഷ്ടപ്പെട്ട്, എന്റെ മോള് കഷ്ടപ്പെടുന്നു തോന്നിട്ടുണ്ടെങ്കിൽ